പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നാണ് എല്ലാവരും പ്രവചിക്കുന്നത്. രമേശ് പിഷാരടി. ഒരു സംശയവും വേണ്ട. ഒരു സംശയം വേണ്ട. മൂന്നുപേരും തുല്യ ശക്തിയായിട്ട് വരച്ചിട്ടുണ്ട്. ഒപ്പത്തിനൊപ്പം ത്രികോണ പോരാട്ടം. ഇത്തവണ പാലക്കാട് ആരാണ് വിജയിക്കാൻ പോകുന്നത്? ചേച്ചി, പാലക്കാട് ആര് വിജയിക്കും? അതാണ് രമേശ് പിഷാരടി. ചേട്ടൻ എന്ന് പറയുന്നു. ഓക്കെ, എന്തായാലും പിഷാരടി വിജയിക്കും. അത്രേ ഉള്ളൂ. ശോഭ ചേച്ചി വിജയിക്കും. ത്രികോണ പോരാട്ടം പറയാനൊന്നുമില്ല. പാലക്കാടൻ ചൂട് പകൽ സമയത്ത് അതിഭീകരമാണ്. അതുപോലെ തന്നെ പകലും രാത്രിയും ചൂടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ചൂടാണ്. ഇവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് എല്ലാവർക്കും കേരളത്തിന് സുപരിചിതനായ രമേശ് പിഷാരടിയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് NMR റസാഖാണ്. അതുപോലെ കേരളത്തിൽ മറ്റൊരു സുപരിചിത മുഖമായ ശോഭ സുരേന്ദ്രനാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നാണ് എല്ലാവരും പ്രവചിക്കുന്നത്. വലിയ ഒരു സ്റ്റാർ മണ്ഡലം തന്നെയാണ് പാലക്കാട്. എന്തായാലും പാലക്കാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്, പാലക്കാടിന് ആരെയാണ് വേണ്ടത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, ഇത്തവണ ആരാണ് പാലക്കാട് ജയിക്കാൻ പോകുന്നത്? രമേശ് പിഷാരടി. ഒരു സംശയവും വേണ്ട. ഒരു സംശയം വേണ്ട. പക്ഷേ ശോഭാ സുരേന്ദ്രന്റെ കലാശക്കുട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇതേമാതിരി ഇവിടെ 2-3 ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതേമാതിരി ഈ സീതരം നിന്നപ്പോഴും നല്ലൊരു സംഭവമായിരുന്നു. ഷാഫി പറമ്പിൽ 3000 ചില്ലാൻ വോട്ടിന് ജയിച്ചു. രണ്ടാമത് രാഹുൽ മാങ്കൂട്ടം വന്നു, 18,000 വോട്ട് ഭൂരിപക്ഷം ജയിച്ചു. ഇപ്പൊ രമേശ് പിഷാരടിയാണ്. ഭൂരിപക്ഷം കൂടും. 20,000 വോട്ട് ഭൂരിപക്ഷം കൂടും. വിജയിക്കും, ഉറപ്പായിട്ട് വിജയിക്കും. എന്ത് പറയുന്നു മോളെ? രമേശ് പിഷാരടിയുടെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് മോൻ എന്ത് പറയുന്നു? രമേശ് പിഷാരടി വിജയിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ പറയാൻ പറ്റും. എന്നാലും ഒരു ഉദ്ദേശത്തിൽ മൂന്നുപേരും തുല്യ ശക്തിയായിട്ട് വരച്ചിട്ടുണ്ട്. എന്നാലും ഒരാൾ ജയിക്കണമല്ലോ. ശോഭാ സുരേന്ദ്രന് ചെറിയൊരു സാധ്യതയുണ്ടല്ലേ? ഓക്കെ ചേട്ടാ, ആരാണ് ഇത്തവണ വിജയിക്കാൻ പോകുന്നത്? ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ വിജയിക്കും. എന്തുകൊണ്ടാണ് പറഞ്ഞത്? നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് വിജയിക്കും എന്നാണ്. BJP ഇത്തവണ ഇവിടെ സീറ്റ് പിടിക്കും. ഉറപ്പ്. ഓക്കെ, പിഷാരടി വിജയിക്കും, ഉറപ്പായിട്ട് വിജയിക്കും. ഇവിടെ വേറെ മാറ്റമൊന്നും ഉണ്ടാവാനില്ല. ശോഭാ സുരേന്ദ്രൻ വിജയിക്കുന്ന അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞല്ലോ. ഇല്ല. ഓക്കെ, പരിപാടിയൊക്കെ കണ്ടിട്ട് ഇപ്പൊ നോക്കുമ്പോ 3 കൂട്ടരും ഒപ്പത്തിനൊപ്പം ത്രികോണ പോരാട്ടം. ഇപ്പോഴത്തെ കോൺഗ്രസ് അധികാരത്തിലുള്ളതിൽ നിന്ന് മാറണമെന്നാണോ വിചാരിക്കുന്നത് പാലക്കാട്? കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ. അല്ല, ഇവിടുത്തെ MLA കോൺഗ്രസ്സുകാരാണ്. ആ MLA കൊണ്ട് ഇവിടെ ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാറണമെന്നും ആഗ്രഹമുണ്ട്. പിന്നെ മാറണമല്ലോ. കേരളത്തിൽ ഭരിക്കാൻ വരുന്ന ആരാണോ അവരായിരിക്കണം ഇവിടുത്തെ MLA. അതാണ്. അത്രേ ഉള്ളൂ. ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നുള്ള MLA ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആര് ജയിക്കും? UDF ജയിക്കുമായിരിക്കും അല്ലേ? UDF ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇത്തവണ പാലക്കാട് ആരാണ് വിജയിക്കാൻ പോകുന്നത്? NMR റസാഖ് വിജയിക്കും എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ചോദിച്ചാൽ പാലക്കാടിലൊരു MLA വേണം. അതുകൊണ്ട് 10 കൊല്ലമായിട്ട് ഒരു കാര്യമില്ല. അത് കാരണം ഇവിടെ MLA ആയിട്ട് റസാഖ് വേണം. ചേട്ടൻ എന്ത് പറയുന്നു? രമേശ് പിഷാരടി. അതാണ് രമേശ് പിഷാരടി വിജയിക്കും എന്നാണോ പറയുന്നത്? പറഞ്ഞോളൂ, NMR റസാഖിന് ചെയ്തോടെ. ഓ, ഇവിടെ ക്യാമ്പയിൻ നടക്കായിരുന്നു. ആർക്കാണ് ചെയ്യണമെന്ന് അന്വേഷിക്കുകയായിരുന്നു. നൈസായിട്ട് സൈലന്റ് ക്യാമ്പയിനിങ് നടക്കുമായിരുന്നു. അതെ. അപ്പൊ എങ്ങനെ മാറി ചിന്തിക്കാൻ ആഗ്രഹമുണ്ടോ? മാറി ചിന്തിക്കാന്ന് പറഞ്ഞു വെച്ചാ പിഷാരടി കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു നേതാവാകുമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇത്തവണ വീണ്ടും പാലക്കാട് കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമോ? ഭദ്രമായിരിക്കും. ഞാൻ ചെയ്ത വോട്ടൊന്നും പാഴായിട്ടില്ല. അതാണ്. ഓക്കെ. ഹലോ ജെബി, ഞാൻ പിന്നെ വിളിച്ചാൽ മതിയാ? ന്യൂസ് ചാനൽ വന്നിരിക്കാനേ. ചേച്ചി, പാലക്കാട് ആരാ ജയിക്കാൻ പോകുന്നത്? ചേച്ചി, പാലക്കാട് ആര് വിജയിക്കും? അതാണ് രമേശ് പിഷാരടി. ചേട്ടൻ എന്ന് പറയുന്നു. നമുക്ക് വിജയിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും രമേശ് പിഷാരടി വിജയിക്കണമെന്നാണോ ആഗ്രഹം? ആഗ്രഹമുണ്ട്. ചേട്ടാ, ഇത്തവണ പാലക്കാട് ആരാ ജയിക്കാൻ പോകുന്നത്? ഒരു സംശയമില്ല, പിഷാരടി ഉറപ്പായിട്ട് വിജയിക്കും. 100% ഉറപ്പാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ വോട്ടിന് ഭൂരിപക്ഷത്തെക്കാൾ ഉറപ്പായിട്ട് കൂടും. ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് ഇവിടെ ത്രികോണ പോരാട്ടം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പുതിയ മുഖങ്ങളെയാണ് പാലക്കാടിന് ആവശ്യം. ഇപ്പൊ വികസനം വരും പിഷാരടി വന്നാൽ. UDF ഭരണത്തിൽ വന്ന വികസനം. ഷാഫി
ഉമ്മൻചാണ്ടി അവിടെ മുഖ്യമന്ത്രി, ഇവിടെ ഷാഫിയായപ്പം മെഡിക്കൽ കോളേജ്, KSRTC പല കാര്യങ്ങൾ വന്നു. വീണ്ടും പിണറായി വന്നപ്പോൾ അതിലങ്ങനെ ഒതുക്കി. വീണ്ടും UDF ഭരണത്തിൽ വന്ന അതിൻ്റെ UDFൻ്റെ MLA ആകുമ്പോൾ വികസനം വരും. അതെ, അപ്പോൾ രമേശ് പിഷാരടി വിജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ വ്യക്തിപരമായിട്ട്. ഓക്കെ ചേട്ടാ, ഇവിടെ പാലക്കാട് ആരാ വിജയിക്കാൻ പോകുന്നത്? ആണോ? ഇവിടെ ത്രികോണ പോരാട്ടം ഉണ്ടോ? ത്രികോണ പോരാട്ടം പറയാനൊന്നുമില്ല. ഇല്ല, ഉറപ്പായിട്ട് റസാഖാണ് വിജയിക്കാൻ പോകുന്നത്. യാതൊരു സംശയമില്ല. ഒരു സംശയമില്ല, ഉറപ്പിക്കാം. ഓക്കെ ചേട്ടാ, ഇത്തവണ പാലക്കാട് ആരാണ് വിജയിക്കാൻ പോകുന്നത്? NM റസാഖ് വിജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ പലരും പറയുന്നത് പിഷാരടി വിജയിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്നൊക്കെയാണല്ലോ. ഇവിടുത്തെ ആളാണ്, അതുകൊണ്ട് പ്രാദേശികമായിട്ട് എല്ലാവർക്കും അറിയുന്ന ആളാണല്ലേ? പാലക്കാട്ടിലത്തെ ആളാണ്, ആഗ്രഹം. ഓക്കെ, ചേട്ടൻ എന്ത് പറയുന്നു? ശോഭാ സുരേന്ദ്രൻ വിജയിക്കും. അത് പറയാനുള്ള കാരണം എന്താണ്? മാറ്റമാണ്. അപ്പൊ പൊതുവെ എല്ലാ ജനങ്ങളും അങ്ങനെ പറയുന്നുണ്ടോ ശോഭാ ചേച്ചി വിജയിക്കുമെന്ന്? അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും കുറെ കാലമല്ലേ, അടുത്ത വർഷം വലത് വർഷമൊക്കെ ഇവർക്ക് ചാൻസ് കൊടുക്കാം. എന്താ ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ? തീർച്ചയായിട്ടും പുതിയതായിട്ട് വരണമല്ലോ, ആരെങ്കിലും ഒരു മാറ്റം വേണമല്ലോ. ഇപ്പോഴത്തെ MLA കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഓക്കെ ചേട്ടാ, പാലക്കാട് ആരാണ് വിജയിക്കാൻ പോകുന്നത്? മൂന്നും ടൈറ്റില്ലേ, നിങ്ങൾ തന്നെ NM റസാഖ് ആയിക്കോട്ടെ, ശോഭ ആയിക്കോട്ടെ, ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് തീർച്ചയായിട്ടും. എന്താ അറിയോ, ഒരു പണ്ടത്തെ പോലെയല്ല, രണ്ടുപേരും ഡിഫറെൻ്റ്. ലാസ്റ്റ് ടൈം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തായാലും മാഹുങ്കൂട്ടൻ ജയിക്കുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ ഇവർ ശോഭ തന്നെ നല്ല കാൻഡിഡേറ്റ് ഇറക്കി, അവരും ഇറക്കി ഇവരും ഇറക്കി. മൂന്നും ടൈറ്റ് ഇതാണ്, പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അതെന്താ കാര്യം അറിയോ, എല്ലാതും ഇതുണ്ട്. ഇവര് വികസനം പറഞ്ഞിട്ട് ഇവർ ഇറക്കുന്നുണ്ട്, ഇത്ര കോടി രൂപ ഇറക്കി അവിടുന്ന് ശോഭിച്ച് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. LDFും പറയുന്നുണ്ട് ഇത്ര. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാ വാഗ്ദാനം ചെയ്യുമ്പോൾ എല്ലാവരും ആ വാഗ്ദാനത്തിൽ വീണിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും പറയാൻ എല്ലാവർക്കും മടിയുണ്ടാവുന്ന എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ MLA ഭരണം അല്ലെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? MLA മാങ്കൂട്ടത്തിന്റെ ലാസ്റ്റ് ടൈം ആ മൂപ്പർ എന്തൊക്കെയോ കുറച്ച് ചെയ്തു വരുമ്പോഴേക്കും ആ കേസിൽ പെടുകയും ചെയ്തു, ഒന്നും ചെയ്യാണ്ട് അവിടെ മടങ്ങി പോവുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടൻ തിരിച്ചു വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമുക്ക് പറയാൻ പറ്റില്ല, എന്താ പറയുക, അങ്ങനത്തെ ഒരു കേസാണ്. ഞാൻ അതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായില്ല. ആക്ച്വലി അതാണ് എൻ്റെ ഇത്. അതായത് ഇപ്പം ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും. ആസ് എ കോമൺ പേഴ്സൺ എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് എൻ്റെ തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. ചേട്ടാ, പാലക്കാട് ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? ചിന്തിക്കാൻ സമയം എടുക്കുന്നു. എന്നോട് ചോദിച്ചാൽ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. എൻ്റെ ഭാര്യയാണ് 10 കൊല്ലം കൗൺസിലറായിരുന്നാണ് കോൺഗ്രസിന്റെ. ചെറിയ പുള്ളിയൊന്നും അല്ല, മരുമോള് കൗൺസിലറായിരുന്നു. എന്ത് പറഞ്ഞാലും തർക്കമില്ല, പിഷാരോടി ജയിച്ചിരിക്കും ഉറപ്പായിട്ടും. കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രമല്ല, പാലക്കാടിന് അനുസരിച്ച് കോൺഗ്രസ് ആണ് ജയിച്ചത് ഓരോന്നെ. അപ്പൊ പിഷാരോടി തന്നെ ജയിക്കും, അത് ഉറപ്പായിട്ടും. ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങള് പറയുന്ന പിഷാരോടി ജയിക്കും തീർച്ചയായിട്ടും. പാലക്കാട് പിഷാരോടി ജയിച്ചിരിക്കും. എല്ലാരും ചോദിക്കുന്നുണ്ട്, ഈ പിഷാരടിയൊക്കെ ഒരു നടനൊക്കെ വന്ന് ജയിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് കാര്യം ചോദിച്ചിട്ട് കാര്യമില്ല, അയാൾക്ക് നല്ല വിവരവും ബുദ്ധി വിവേകം ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത ഭരണം കോൺഗ്രസിന്റെ ഇത് സാമാന്യം പാലക്കാടുകാർക്ക് അറിയാം. അടുത്ത ഭരണം എന്തായാലും പാലക്കാടുകാർ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു MLA വരുന്ന തന്നെയാണ് പാലക്കാടിലെ ജനങ്ങൾക്ക് ഇഷ്ടം. ജനം എപ്പോഴും പാലക്കാടിന്റെ ജനം കോൺഗ്രസിന് കൈവിടില്ല. പക്ഷെ നേതൃത്വത്തിന്റെ ചില അപാകതകൾ ഇല്ല, തീർത്തും ഇല്ല പറയാൻ പറ്റില്ല. എങ്കിലും ചില ജനം കോൺഗ്രസിന്റെ കൂടെയാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ മാങ്കൂട്ടത്തിന്റെ ഇലക്ഷനും പ്രശ്നമില്ലാതെ സാധാരണ മനുഷ്യരൊക്കെ ഇത് തന്നെയാണോ പറയുന്നത്? പിഷാരടി ജയിക്കണം തന്നെയാണോ പറയുന്നത്? ആയിരിക്കും. ആണ്. മാങ്കൂട്ടത്തിൽ കിട്ടിയത് 18,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. അതിനേക്കാളും മേളിൽ കിട്ടുമോ? ഇല്ല. ചേച്ചി എന്ത് പറയുന്നു? ഇല്ല, ഏതാണ്ട് അതിനൊപ്പത്തിനേ വരുള്ളൂ. 18,000 അവിടെ പിടിക്കാം. ഫുള്ളും കിട്ടും പറയാൻ പറ്റില്ല, അതിനൊപ്പം. ചേട്ടൻ എന്ത് പറയുന്നു? ഒരു 10. ഓക്കെ, എന്തായാലും പിഷാരടി വിജയിക്കും, അത്രേ ഉള്ളൂ. ചേച്ചി എന്തോ പറഞ്ഞു? പിഷാരടി ജയിച്ചാ ഈ മോൾക്കുള്ള ട്രീറ്റ് തരാം, ഞാൻ ഇങ്ങ് വരും തീർച്ചയായിട്ടും. ഓക്കെ ചേട്ടാ, പാലക്കാട് ആരാണ് ജയിക്കാൻ പോകുന്നത്? ഒരു സംശയമില്ല. ഈ ചായ കുടിക്കാൻ വരുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുന്നുണ്ടോ പിഷാരടി ജയിക്കുമെന്ന്? ഇവിടെ എല്ലാവരും വരുന്നവരാണ്.
എല്ലാവരും അങ്ങനെ എല്ലാ പറയും. രാഷ്ട്രീയക്കാരും പക്ഷെ ഞാൻ കോൺഗ്രസ്സുകാരാണെന്ന് നന്നായി അറിയാം. പക്ഷെ രാഷ്ട്രീയം വേറെ, ബന്ധങ്ങൾ വേറെ. അത്രേ ഉള്ളൂ. അവർ രണ്ടാം സ്ഥാനത്ത് വരും. BJP രണ്ടാം സ്ഥാനത്ത് വരും, NMR റസാഖ് മൂന്നാം സ്ഥാനത്ത് പോകും. ഇതാണ് പ്രവചിക്കുന്നത്. ചേട്ടാ, എന്താണ് പറയാനുള്ളത്? പാലക്കാട് ആരാണ് ജയിക്കാൻ പോകുന്നത്? ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് പ്രശ്നം. ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ഇവിടെ പറഞ്ഞ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നാണ്. ഞങ്ങൾക്കറിയില്ല. ഒന്നുമില്ല. പൊതുവെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വികസന പരിപാടി ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ കുറേ പ്രൊജക്റ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇവർ. അതിൻ്റെതായ രീതിക്ക് ജനങ്ങൾ മാറ്റി ഓട്ടുന്ന കഴിഞ്ഞാൽ നമ്മളെ ഇത് ഒരു മാറ്റം അനിവാര്യമാണ് ചിന്തിക്കുന്നത്. എന്തായാലും ചേട്ടാ, പാലക്കാടിന്റെ രാഷ്ട്രീയ ചൂട് എത്രത്തോളമാണ്? പാലക്കാട് എന്തായിരിക്കും വിധി എഴുതാൻ പോകുന്നത്? നമ്മുടെ പിഷാരടി തൂക്കും വലിയ ഭൂരിപക്ഷത്തില്. വലുതല്ലെങ്കിലും സാമാന്യ ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ തൂക്കും എന്നാണ് ഇപ്പോഴത്തെ ഗ്രൗണ്ടിന്റെ പൾസ്. അതെ. അപ്പൊ ശോഭാ സുരേന്ദ്രന്റെ സാധ്യതയോ? അത് നമുക്ക് അത് ഒരു ചെറിയൊരു ഭാഗം, ഒരു വിഭാഗം ആൾക്കാരിൽ മാത്രമേ അത് നമുക്ക് നോക്കി കാണാൻ പറ്റുന്നുള്ളൂ. അതെ. ഇവിടെ മൊത്തത്തിൽ പിഷാരടി കൊണ്ടുപോകും ഉറപ്പായും. ചേട്ടാ, പാലക്കാട് ആരാണ് വിജയിക്കാൻ പോകുന്നത്? LDF ആണ്. NMR റസാഖ് വിജയിക്കും. പക്ഷെ സ്ഥാനാർത്ഥി പോരാ എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ചുമ്മാ അറിയുന്ന വിജയിക്കും. ചേച്ചി എന്ത് പറയുന്നു? LDF തന്നെ വിജയിക്കും. NMR റസാഖ് വിജയിക്കും. BJPക്കാണ് സാധ്യത. രമേശ് പിഷാരടി വിജയിക്കില്ലേ? ഇപ്പോ ഞാൻ സാധ്യത മാത്രമല്ല, പക്ഷെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. അവസാനം ശോഭാ സുരേന്ദ്രൻ വിജയിക്കോ? കാരണം പറയാൻ പറ്റുമെന്ന് അറിയില്ല. LDFന് തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത. അവരങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നടക്കും. ശോഭ ചേച്ചി ശോഭ ചേച്ചി എന്തുകൊണ്ടാണ്? ശോഭ ചേച്ചി നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ഇവിടെ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. ശോഭ ചേച്ചി ജയിച്ചാൽ അത് നടപ്പിലാക്കും. കേരളത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ ചോദിച്ചാൽ അതല്ല, ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഇല്ലല്ല, അത് കുഴപ്പമില്ല. എന്നാൽ ഉണ്ട്. അങ്ങനെയാണ്. പക്ഷെ പാലക്കാട് ശോഭ ചേച്ചി വരണമെന്നാണ്. തീർച്ചയായിട്ടും വരും. UDF ജയിക്കും. രമേശ് പിഷാരടി വിജയിക്കും. പക്ഷെ പോരാട്ടം കടുത്തതായിരിക്കുമോ? പാലക്കാട് ആരായിരിക്കും വിജയിക്കുക? പ്രത്യേകം പറയാൻ പറ്റില്ല. 3 പേർക്കും ചാൻസ് ഉണ്ട്. ത്രികോണ പോരാട്ടമാണ്. എന്നാലും ആര് വിജയിക്കണമെന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം? ശോഭാ സുരേന്ദ്രൻ ജയിക്കും. എന്തുകൊണ്ടാണ്? ആത്മവിശ്വാസമാണ്. രമേശ് പിഷാരടി വിജയിക്കാൻ സാധ്യതയില്ല. ഇല്ല. ഇപ്പോഴത്തെ MLA എങ്ങനെ ഉണ്ടായിരുന്നു? വികസനമൊക്കെ നടന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. അതുകൊണ്ട് ജനം മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ടോ? ശോഭ ചേച്ചി വിജയിക്കും. വേറൊന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. പാലക്കാട് ആരായിരിക്കും വിജയിക്കുക? LDF ആരാണോ ജയിക്കുക? എന്തുകൊണ്ടാണ്? അതായത് UDFന്റെ കഴിഞ്ഞ ഇതിന് മുമ്പ് 2 MLAമാർ UDF ആയിരുന്നു. വലിയ മികച്ച പ്രകടനമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ മോശമായിരുന്നു. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം പകുതി വെച്ച് പോയി. അതിനു മുമ്പ് ഷാഫി ഉണ്ടായിരുന്നു. അവരും ഇതേമാതിരി പകുതി വെച്ച് പോയി. അതുകൊണ്ട് NMR റസാഖ് വിജയിക്കുമെന്നാണ് പറയുന്നത്. ജയിക്കാൻ സാധ്യതയുണ്ട്. രമേശ് പിഷാരടി ഉറപ്പായിട്ടും. എന്തുകൊണ്ടാണ് രമേശ് പിഷാരടി വിജയിക്കും എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? നല്ല സ്ഥാനാർത്ഥി വലിയ തെറ്റില്ലാത്ത ആള്. ഇവിടെ നാളെ നിൽക്കുന്ന ഇവിടുത്തെ പാലക്കാട്ടുകാരൻ. അതാണ്. ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്ന് പറയുന്നവരോട് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ശോഭാ സുരേന്ദ്രൻ അങ്ങനെയൊന്നും മറുപടി പറയാനില്ല. ഇത് നമുക്കിപ്പോ നോക്കിയാല് അയാളാണ് ഇത്ര വൃത്തിയുള്ള ആള്, നല്ല മനുഷ്യൻ, തെറ്റില്ല. അപ്പൊ അയാൾ തന്നെ ജയിക്കുന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. പൊതുവിൽ അങ്ങനെയാണോ സംസാരം? ആണ്. എന്റെ അച്ഛൻ മറ്റേ LDF ആണ്. പക്ഷെ പിഷാരടി കൊണ്ടുപോകുന്നത് അത്രേ ഉള്ളൂ. അതെന്തുകൊണ്ട് അറിയില്ല, എന്താന്നറിയില്ല. പക്ഷെ പിഷാരടി ജയിക്കും എന്നാണ് തോന്നുന്നത് അല്ലേ? തവണ പാലക്കാട് ആരോ വിജയിക്കുക? ഞാൻ ഗുരുവായൂരുള്ള ആളാണ്. അപ്പൊ ചേച്ചിയാണ് പാലക്കാടുള്ളത്. പാലക്കാട് ഞാനുണ്ട്. ആരായിരിക്കും പാലക്കാട് വിജയിക്കുക? പാലക്കാട് പിഷാരടി ജയിക്കണമെന്നാണ് ആഗ്രഹം. ജയിക്കുന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വീട്ടിലെല്ലാരും അങ്ങനെയാണല്ലേ സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ്? പിഷാരടി കുറച്ചുകൂടി കാര്യങ്ങള്
സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളായിട്ട് തോന്നുന്നത്. സംസാരത്തില് പ്രവൃത്തിയിലും അത് ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ പിഷാരടി വിജയിക്കണം. ഒരു ചാൻസ് കൊടുക്കാന്ന് മാത്രം. നെക്സ്റ്റ് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ 100% ജയിക്കുന്നാണ് പ്രതീക്ഷ. പ്രതീക്ഷ മാത്രല്ല, അത് പിഷാരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് കൊടുക്കാം. പുതിയ ഒരാളല്ലേ, അപ്പൊ ഇതുവരെയുള്ള ആൾക്കാരിൽ നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇനി ഒരു പുതിയ ആൾക്കാർ വരട്ടെ, അതിലും യങ് ബ്ലഡ് വരുമ്പോഴാണല്ലോ നമുക്ക് വികസനം ഉണ്ടാവുക. വികസനം മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. ഓക്കെ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ മുൻപ് ചർച്ചാ വിഷയമായ ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് നിയോജക മണ്ഡലം. അതിന് പല സാഹചര്യങ്ങളുണ്ട്. ബൈ ഇലക്ഷനും അതിനുശേഷമുള്ള പല പ്രത്യേക സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തു തന്നെയായാലും പാലക്കാട്ടിലേക്ക് കണ്ണു നട്ടിയിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും എല്ലാ ജനങ്ങളും. പാലക്കാട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. പാലക്കാട് ആദ്യം സ്ഥാനാർത്ഥിയാകുമെന്ന് വിചാരിച്ചിരുന്ന വ്യക്തി അല്ല സ്ഥാനാർത്ഥിയായത്. എന്നാൽ കോൺഗ്രസിന്റെ കണക്കുകൾ പിഴച്ചിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രമേശ് പിഷാരടി വളരെ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് ജനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെ പറ്റി പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. എവിടെ നിർത്തിയാലും വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന, എന്നാൽ ഇതുവരെയും വിജയത്തിലേക്ക് അടുക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ഇടതുപക്ഷം ഇറക്കിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വ്യാപാരിയായ വ്യവസായിയായ NMR റസാഖിനെയാണ്. ആദ്യം വില കുറച്ചു കണ്ടുവെങ്കിലും അദ്ദേഹവും വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, പാലക്കാടിന് സ്വന്തമായ, പാലക്കാട്ടിൽ ഏറെ പ്രസക്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ് NMR റസാഖും. പാലക്കാട് കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട്. രമേശ് പിഷാരടി വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു പറ്റം ജനങ്ങളും ഇവിടെയുണ്ട്. എന്തു തന്നെയായാലും ദിവസങ്ങൾക്കകം എന്താണ് പാലക്കാട് വിധി എഴുതുക എന്ന് അറിയാൻ സാധിക്കും. പാലക്കാടിന്റെ തെരുവീതികളിൽ നിന്നും ക്യാമറമാൻ ഫഹദിനൊപ്പം മേഘ ജസ്റ്റിൻ, നേഷൻ ഫസ്റ്റ്.